എല്ലാവർക്കും സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ്. ഇന്ന് നമുക്കറിയാം, ധാരാളം ആൾക്കാർ മതത്തിലേക്ക് വരുന്നു, മതം ഉപേക്ഷിക്കുന്നു, ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതാകാം. വിവാഹത്തിനു വേണ്ടിയാകാം, പണത്തിനു വേണ്ടിയാകാം, പ്രശസ്തിക്ക് വേണ്ടിയാകാം, പ്രണയക്കുരുക്കിൽ അകപ്പെട്ടിട്ടാകാം, അങ്ങനെ പലതരത്തിൽ. എന്നാൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ കേവലം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണം വായിച്ചതുകൊണ്ടോ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടോ ആരുടെയെങ്കിലും നിർബന്ധത്തിനു വഴങ്ങിയോ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും മോഹിച്ചോ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയോ അതുമല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങിയോ മതം ഉപേക്ഷിച്ച ആൾക്കാരല്ല. മതത്തെക്കുറിച്ച് അവരേതോ മതമാണോ ഉപേക്ഷിച്ചത്, ആ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ച് ആ മതഗ്രന്ഥങ്ങളിൽ എന്താണ് ഉള്ളത് എന്നത് നന്നായി മനസ്സിലാക്കി ആർക്കു മുന്നിലും എന്തുകൊണ്ടാണ് താൻ മതം ഉപേക്ഷിച്ചത് എന്ന് പറയാനും ആർജവമുള്ള, അറിവുള്ള, ധൈര്യമുള്ള ആൾക്കാരിൽ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അത് ആരാണെന്നല്ലേ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ബാദ്ഷാ എന്നാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ഇബ്രാഹിം. എനിക്കൊരു ഭാര്യയും ഒരു മകളും ഉണ്ട്. മകൾക്ക് 10ൽ പഠിക്കുന്നു. പേര് അഖില. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ വടക്കേറ്റം ചന്ദരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സുന്ദരവും പ്രകൃതി രമണീയവുമായ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് കടന്നു വന്ന ബാദുഷയ്ക്ക് നമുക്ക് ഏവർക്കും സ്വാഗതം അരുളാം. അദ്ദേഹത്തോട് ചോദിക്കാം, താങ്കൾ ഉപേക്ഷിച്ച മതം, ആ മതത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയ കുറച്ചു കാര്യങ്ങൾ, അതായത് അതുകൊണ്ടായിരിക്കണമല്ലോ താങ്കൾ മതം ഉപേക്ഷിക്കാൻ കാരണമായത്. താങ്കൾ ഉപേക്ഷിക്കാൻ കാരണമായ, താങ്കൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇസ്ലാം മതം ഉപേക്ഷിച്ചതല്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം മതം, എല്ലാ മതങ്ങളും ഉപേക്ഷിച്ചവരും അങ്ങനെ തന്നെയാണ്. ഘട്ടം ഘട്ടമായി ഓരോ ചോദ്യങ്ങളും നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാതെ വരുമ്പോഴാണ് ദൈവവിശ്വാസമൊക്കെ ആളുകൾ ഉപേക്ഷിക്കുന്നത്. ഞാനും അതേപോലെ തന്നെയാണ്. ഏകദേശം 3-4 വയസ്സുള്ളപ്പോഴേക്കും ചന്ദ്രൂർ ഉള്ള മദ്രസയിൽ ക്ലാസ്സിൽ മദ്രസ പഠനം തുടങ്ങി. മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തിയപ്പോഴേക്കും അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവരൊക്കെ നരകത്തിൽ പോകും എന്നാണ് ആ മതം പഠിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരായത് കൊണ്ട് അവർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് എന്നെ ഭയങ്കരമായി വിഷമിപ്പിച്ചു. ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തു. അവർക്ക് അത് തമാശയാണെന്ന് തോന്നിയത്. അവർ ഇസ്ലാം മതത്തിലെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. 4 കല്യാണം കഴിക്കുന്ന, സുന്നത്ത് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഇടമറുകിൻ്റെ ഖുർആൻ ഒരു വിമർശനം പഠനം എന്ന് പറയുന്ന പുസ്തകം ഉണ്ടെന്നും അത് വാങ്ങി വായിക്കണമെന്നും ഒക്കെ പറഞ്ഞു. ഞാനത് വാങ്ങി വായിച്ചു. ഖുർആൻ്റെ തഫ്സീറുകളിൽ ഹദീസുകളിലുമൊക്കെ ഞാനത് റെഫർ ചെയ്ത് നോക്കി. അപ്പോഴേക്ക് ഇടമറുക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നെ ഇതിനെതിരായി ചിന്തിക്കാൻ എനിക്ക് അവിടെ നിന്നൊരു പ്രചോദനമായി. ഞാനങ്ങനെ എതിരായി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ, സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ലിംഗനീതി,
സ്വത്ത് വിഭജനം, ദത്ത്, എല്ലാവർക്കും അറിയുന്ന പോലെ ദത്ത് എടുക്കുന്ന വിഷയം, സ്ത്രീകളോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ശാസ്ത്രം എല്ലാം തികഞ്ഞ ശാസ്ത്രമാണെന്ന് പറയുമ്പോഴും ഭൂമി ഉരുണ്ടതാണെന്ന് പോലും ഖുർആനിൽ ഒരിടത്തും എഴുതി വെച്ചതായി ഞാൻ കണ്ടില്ല. എൻ്റെ തഫ്സീറുകൾ പരിശോധിച്ചപ്പോൾ അറബി അറിയില്ലെങ്കിലും തഫ്സീറുകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. എല്ലാ ശാസ്ത്രവും ഉണ്ടെന്ന് പറയുന്ന പുസ്തകത്തിൽ ഭൂമിയുടെ ഒരു ഘടന പോലും പറയാൻ കഴിയാതെ വന്നത് പടച്ചവൻ്റെ ഒരു പരാജയമായാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഖുർആൻ വ്യാഖ്യാനം നടത്തുന്ന ആളുകൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതല്ലാതെ ഖുർആനിൽ അതൊന്നും ഇല്ല എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. ഈച്ചയുടെ ചിറകിൽ ഔഷധമുണ്ടെന്ന് ഹദീസുകളിൽ പറയുന്നത് നമ്മൾ 4ാം ക്ലാസ്സിലോ മറ്റോ സ്കൂളിൽ പഠിക്കുന്നത് ഈച്ച കോളറ പരത്തുന്ന ജീവിയാണെന്ന്. മലമൂത്ര വിസർജനങ്ങളിൽ ഇരിക്കുന്ന ഈച്ച നമ്മുടെ ഭക്ഷണത്തിൽ വന്ന് ഇരുന്നാൽ നമ്മൾക്ക് കോളറ വരാം. അത്ര പല അസുഖങ്ങളും നമുക്ക്, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടാം. ഇതാണ് സയൻസ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈച്ചയുടെ ഒരു ചിറകിൽ വിഷവും മറ്റേ ചിറകിൽ ഔഷധമാണെന്നൊക്കെ. അപ്പോൾ ഇതൊന്നും നമ്മുടെ സാമാന്യ യുക്തിക്കും നമ്മുടെ ഇന്നത്തെ അറിവിനും യോജിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട് ഘട്ടം ഘട്ടമായി ഉപേക്ഷിക്കുമ്പോൾ ഒരു ദൈവം ഉണ്ടാകാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പിന്നീട് കൂടുതൽ മറ്റു പല പുസ്തകങ്ങളും ഒക്കെ വായിച്ചു തുടങ്ങിയപ്പോഴേക്കും അതുകൂടി ഇല്ലാതായി. മൊത്തത്തിൽ മതങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? എല്ലാ മതവിശ്വാസികളും അവരുടെ മതമാണ് യഥാർത്ഥത്തിൽ നല്ലതെന്നും തമ്മിൽ ഭേദം ഞങ്ങളുടേതാണെന്നും യഥാർത്ഥ ദൈവം സൃഷ്ടിച്ച ഞങ്ങളുടെ ആണെന്നും ഒക്കെയാണ് വാദിക്കുന്നത്. ഒരു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന ശൈലി, ഇത് യഥാർത്ഥത്തിൽ അവരവരുടെ ദൈവത്തെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇത്രയും സർവശക്തനായ ദൈവത്തിന് ഈ തമ്മിൽ ഭേദം എന്നൊരു സാധനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ജനങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ മതത്തിൽ തന്നെ അങ്ങ് വിശ്വസിക്കാം. വേറെ മതമില്ല, എന്നെ അല്ലാതെ വേറെ ദൈവത്തെ ആരാധിക്കരുത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് തന്നെ സംശയമുണ്ട് വേറെ ദൈവം ഉണ്ടാകുന്നു. ഇതാണ് അള്ളാഹുടെ നിലപാട്. പിന്നെ വിശ്വാസികളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഞാനും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് ഭീഷണികളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും നേരിടുന്ന ആളാണ്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം നമ്മുടെ മുഹമ്മദ് ബാദുഷയ്ക്കുണ്ടോ എന്ന് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, മതം ഉപേക്ഷിച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരുപാട് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും പല ബന്ധുക്കളും ഒക്കെ നമ്മുടെ ശത്രുക്കളാവും. ഇപ്പോഴും അങ്ങനെ ഒരുപാട് പേര് എന്നെ അത്തരം രീതിയിലാണ്. ഞാൻ ആ രീതിയിൽ അവരോട് തിരിച്ച് പെരുമാറാറില്ല. എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും നിന്നോട് സംസാരിക്കരുതെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഒരു സുഹൃത്തിന്, എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തിന് ഞാനൊരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട് ഞാനത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിൻ്റെ ഒരു കാഫിറിൻ്റെത് ആയിട്ട് ചങ്ങാത്തം കൂടിയാലും നീയുമായിട്ട് ചങ്ങാത്തം കൂടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്. 2 നബിദിനത്തിന് 2 ദിവസങ്ങളിൽ പള്ളിയിലെ ചർച്ചയിൽ അവരൊക്കെ എന്നെ കൊല്ലണം എന്ന് 2 വർഷവും ചർച്ച ചെയ്തതായി എൻ്റെ ജ്യേഷ്ഠൻ വന്ന് വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാരാണ് പറഞ്ഞതെന്ന് ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആരാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമുക്ക് അവരോട് അവർ ചെയ്യുന്ന പ്രതികരിക്കുന്ന അതേ രീതിയിലല്ല നമ്മൾ പ്രതികരിക്കുന്നത്. അവരങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ ആ രീതിയിൽ തിരിച്ച് ചെയ്യുന്നതിനോട് യോജിപ്പില്ല. കാരണം ജബ്ബാർ മാഷിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്, എന്നെ
കൊല്ലാമെന്ന പലരും ഇന്ന് എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു. ഇപ്പം നമ്മൾ അവരെ ആത്മാർത്ഥത കൊണ്ട് വൈകാരികത കൊണ്ട് അവരങ്ങനെ പറഞ്ഞാൽ ആ രീതിയിൽ എടുക്കില്ല. പിന്നെ എൻ്റെ മറ്റൊരു ജ്യേഷ്ഠൻ എന്നോട്, ഒരു പുരോഹിതനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരികളും മറ്റുമൊക്കെ എന്നെ കണ്ടാൽ മാറിയ നടക്കുന്നത്, മുഖം തരാതെ പോലും നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയാണ് അവർക്കൊന്നും എന്നോട് യോജിപ്പില്ല. എന്നെ പലപ്പോഴും പല വേദികളിലും പല സന്ദർഭങ്ങളിലൊക്കെ എന്നെ അവഹേളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവർ മാത്രമല്ല, മറ്റ് ബന്ധുക്കളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പുല്ലുവേലി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടാണ് ചന്ദ്രൂരുള്ള. ആ കുടുംബം ഞങ്ങളുടെ ഒരു സംഗമത്തിൽ എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ എന്നെ വേദിയിൽ പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠ വന്നിട്ട് എന്നെ അവഹേളിച്ചു. അവൻ്റെ അച്ഛൻ ആരാണെന്ന്, വാപ്പ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് അവൻ വിശ്വസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാനതൊന്നും അവിശ്വാസപരമായിട്ടൊന്നും ഞാൻ ആ വേദിയിൽ സംസാരിച്ചില്ല. എന്നിട്ട് പോലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്നെ അവഹേളിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിപ്പോയി. എനിക്കതിന് മറുപടി പറയാൻ പിന്നീട് ഒരു അവസരം കിട്ടിയില്ല. ആ അവസരം ഞാൻ പിന്നീട് തീർത്തത് ഒരു 40 പേജിൽ അദ്ദേഹത്തിന് ഞാൻ ഇസ്ലാമിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതിക്കൊണ്ട് കൊടുക്കുക ചെയ്തു. നേരിട്ട് കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏൽപ്പിച്ചു. ഭാര്യ അദ്ദേഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനിതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ഒരു ദിവസം ഞാൻ മറുപടി ഉണ്ടോ എന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളി വളരെ രൂക്ഷമായ എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നിനക്ക് അള്ളാഹ്ക്ക് വിവരമില്ലെന്നൊക്കെ പറയലില്ല പണി, അതിന് മറുപടി പറയലില്ല എൻ്റെ പണി എന്നും പറഞ്ഞ് അത് വഴി മിണ്ടാതെ പോയി. മറ്റൊരു ദിവസം പുള്ളി ഒരു ബസ്സിൽ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാണ്. ഞാൻ ആ ബസ്സിൽ കയറിയപ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞ് സൈഡിൽ മറ്റൊരാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന ഞാൻ അടുത്തിരിക്കാൻ പോയിട്ട് എന്നെ അവിടെ ഇരുത്തിയില്ല. അവിടെ ബാഗ് വെച്ച് മറച്ചു വെച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ഇവിടെ എല്ലാവർക്കും യാത്ര ചെയ്യാം, ഇത് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റാണ്. പുള്ളി ഒന്നും ശ്രദ്ധിക്കാതെ പുള്ളി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വിരോധമൊന്നുമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും ഇരിക്കുകയും ഞാനിവിടെ നിൽക്കുകയും ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വിശ്വാസത്തോടെ ആത്മാർത്ഥത കൊണ്ട് നമ്മളോട് ഭയങ്കര വിരോധത്തോടാണ് പെരുമാറുന്നത്. ഇന്നും നമ്മളെ കൊല്ലണമെന്ന് പറയുന്ന പലരുമുണ്ട്. ഇപ്പം കഴിഞ്ഞിടക്ക് പോലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, ഞാൻ KSRTC ജീവനക്കാരനാണ്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചാൽ പോലും എന്നെ വിശ്വാസപരമായി ഉള്ള വിഷയം ചർച്ച ചെയ്തപ്പോൾ തനിക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോൾ താൻ പഠിച്ചോളും എന്ന രീതിയിൽ എന്നെ തല്ലുവോ കൊല്ലുവോ എന്നൊക്കെ അതിനർത്ഥം ആ രീതി പറയുന്നില്ല എന്നല്ലോ, ഇപ്പൊ മാറ്റി പറയുന്നു എന്നുള്ള വിഷയമുള്ളൂ. അങ്ങനെ പല രീതിയിലുമൊക്കെ പ്രതികരിക്കാറുണ്ട്. അപ്പൊ അത് അവർ ആ രീതിയിൽ നമ്മളോട് പെരുമാറി എന്നത് നമ്മൾ തിരിച്ചു പെരുമാറാറില്ല. എനിക്ക് പല സുഹൃത്ത് ബന്ധങ്ങള്, മറ്റ് കുടുംബ ബന്ധങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ അതിനാ സെൻസിലേ എടുക്കുന്നുള്ളൂ. എന്നെങ്കിലും അവർ വിശ്വാസം ഉപേക്ഷിക്കുമെന്നല്ല നമ്മൾ കാണുന്നത്. വിശ്വാസം ഉപേക്ഷിക്കാതിരിക്കുക, അതൊക്കെ അവരുടെ രീതിയാണ്. ജനാധിപത്യ ബോധം എന്നെങ്കിലും അവരിലുണ്ടാവുമല്ലോ, എല്ലാവരും ഉൾക്കൊള്ളണമെന്നും ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും വിശ്വാസി അവിശ്വാസി ഒരേപോലെ കാണണമെന്നും ഒക്കെ ഉള്ളൊരു ബോധം അവരിലുണ്ടാകുമ്പോൾ എന്നെങ്കിലും അവർ ആ രീതി വിട്ട് എന്നോട് ഇടപഴകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അവരുടെ ആ ഒരു രീതി, അത്തരം ഒരു രീതികളോട് നമുക്കൊരു യാതൊരു വിരോധവും ഇല്ല. മതം ഉപേക്ഷിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മരിച്ചാൽ മയ്യത്ത് പള്ളിയിൽ കബറടക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുപോലെ പള്ളിവിലക്കും നാട്ടുവിലക്കും വീട്ടുവിലക്കും കുടുംബവിലക്കുമൊക്കെ. അതിനെക്കുറിച്ച് എന്താണ് ബാദുഷയ്ക്ക് പറയാനുള്ളത്? പിന്നെ നമ്മൾ ഈ മതം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ നമ്മളോട് വിശ്വാസികളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തിലെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പെട്ട വിശ്വാസികൾ എന്നോട് ചോദിച്ചിട്ടുള്ള, നീ മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അന്നൊന്നും ഞാൻ കാര്യമായി ഇസ്ലാം മതം പഠിക്കാഞ്ഞത് കൊണ്ട്
അതെവിടെയെങ്കിലും കൊണ്ട് മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചീഞ്ഞു പോകുമ്പോൾ എനിക്ക് എൻ്റെ നാറ്റം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയെങ്കിലും ചെയ്തോളൂ. മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല അത്, അപ്പോൾ നോക്കാം. അപ്പോൾ പിന്നീട് അവർ അയ്യോ അങ്ങനെയൊക്കെ വലിച്ചെറിഞ്ഞ നരകത്തിൽ പോവില്ല, അത് ആ നമുക്ക് സ്വർഗത്തിൽ വിശ്വാസമില്ല, താല്പര്യമില്ല. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നരകം തന്നെ മതി. അതറിയാമല്ലോ എല്ലാവരും, നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമല്ലേ. ഈ ബില്ലാദിനും ഇത് ഹാസിമീനൊക്കെ പോലുള്ള ആളുകളാണല്ലോ സ്വർഗത്തിൽ. അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ച മുഹമ്മദ് കാക്കയൊക്കെയാണല്ലോ സ്വർഗത്തിൽ. അയാൾ വല്ല കൊച്ചു പിള്ളേരൊക്കെ പീഡിപ്പിക്കണ കണ്ട് നമ്മൾ തളർന്നു പോകും. അപ്പോൾ അത് വേണ്ട, ആ സ്വർഗം നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുക. മരണശേഷം ഞാൻ ആ രീതിയിലേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഇന്ന് ഭയക്കുന്നില്ല. ആദ്യം ഇത്തരം ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് യുക്തിവാദികൾ ഇവിടെ കുറേ ഉണ്ട്. അത്തരം ആളുകളെയൊക്കെ കണ്ടുവന്നപ്പോൾ ജബ്ബാർ മാഷിനെയും രവിചന്ദ്രൻ സാറിൻ്റെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, വിശ്വാൻ ഡോക്ടർ ഇടമറുകിനെയൊക്കെ ഞാൻ പണ്ട് പോയി എറണാകുളത്ത് YMC ഹോളിനടുത്തൊക്കെ ഒരു പരിപാടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ അവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് അതിലുള്ള അത്തരം മരിച്ചു കഴിയുമ്പോൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പേടി അതോട് മാറി. യുക്തിവാദമാണ് ശരിയായ മാനവികത എന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഇസ്ലാം മതം ഉപേക്ഷിച്ച് തുടങ്ങിയപ്പോഴും ഇപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വിഷയം, നീ ഇടമറുകിൻ്റെയും ഈ ജബ്ബാറിൻ്റെയും ഒക്കെ വാക്ക് കേട്ടിട്ടാണ് നീ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന, അല്ല നീ ഇസ്ലാമിക പ്രമാണങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നീ ഇതൊന്നും വായിക്കാതെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാവൻ്റെയും വാക്കാണ് നീ പറയുന്നത്. യഥാർത്ഥത്തിൽ മദ്രസയിൽ മതപഠനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുണ്ടായ സംശയങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ തന്നെയാണ് നമുക്ക് ഇടമറുകിനെ പരിചയപ്പെടുത്തി തന്നത്. നീ ഇടമറുകിൻ്റെ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഇടമറുക എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അതൊരുത്തൻ, ഒരു അറാം പറഞ്ഞവൻ, അള്ളാഹില്ല, അള്ളാഹിനെ നബീനെയൊക്കെ കുറ്റം പറയണവനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആരാന്ന് പോലും നമുക്ക് പിന്നീട് കണ്ടെത്താൻ കുറെ വൈകിയത് വേറൊരു അവിശ്വാസിയെ പരിചയപ്പെട്ടപ്പോഴാണ്. അപ്പോഴേക്കും നമ്മൾ ഏകദേശം പകുതി ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞു. ജബ്ബാർ മാഷിനെ പരിചയപ്പെടുന്നത് ഒരു ദിവസം ആലുവയിൽ, ജബ്ബാർ മാഷിൻ്റെ ഒരു എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ വേദിയിൽ നിന്ന് ജബ്ബാർ മാഷ് ഇസ്ലാമിനെ വലിച്ചീറി ഒട്ടിക്കുകയാണ്. അത് കണ്ട് ജബ്ബാർ മാഷിൻ്റെ കൂടെ കൂടി ജബ്ബാർ മാഷിൻ്റെ വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ജബ്ബാർ മാഷ് എന്ന് പറയുന്ന ആള് വർഷങ്ങളായിട്ട് ഇത് പറയുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ പ്രമാണങ്ങളൊക്കെ വായിച്ച് പുറത്ത് ചാടിക്കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ വിയോജിപ്പ് വരുമെന്ന് തുടങ്ങി പുറത്ത് ചാടി കഴിയുമ്പോഴാണ് അവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് എന്ന് പോലും നമ്മൾ അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇനി സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിയവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അള്ളാഹു 7 ആകാശത്തിൻ്റെ മുകളിൽ തൻ്റെ സിംഹാസനത്തിനടിയിൽ സൂക്ഷിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ താൻ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഒരാള് ഞാനിപ്പോൾ എന്നെ പൊക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കുമ്പോൾ ഇവൻ പൊങ്ങച്ചക്കാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സ്വയം ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എഴുതി വെക്കുക, അത് മനുഷ്യനെ കൊണ്ട് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുകയൊക്കെ ചെയ്യുന്ന ഒരല്പനാണ് ഖുർആനിലെ ദൈവം. ഞാൻ സർവശക്തനാണ്, കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, ഞാൻ ആനയാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തി ഇങ്ങനെ എഴുതി വെക്കും. അതുകൂടാതെ തന്നെ നീതിമാനാണെന്ന് പറയുന്നു. ഒരു നീതിയും പുള്ളിക്കില്ല. സ്ത്രീകളെ തല്ലാൻ പുള്ളി പറയുന്നുണ്ട് ഖുർആനിൽ, മറിച്ച് പുരുഷനെ സ്ത്രീക്ക് തല്ലാൻ പാടില്ല. സ്ത്രീ പുരുഷന്റെ അടിമയാണ്,
കൃഷിയിടമാണെന്ന് പറയുന്നു എന്നൊക്കെ സ്ത്രീകളോടൊക്കെ വിവേചനം. കുട്ടികൾ 7 വയസ്സായപ്പോൾ മതം പറയുന്ന മറ്റൊരു 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ പറയണം. 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം. സ്നേഹത്തിൻ്റെ ഇതായ പടച്ചോൻ പറയുന്ന വാക്കുകളെ പടച്ചോന് തന്നെ നിസ്കരിക്കാനുള്ള ബോധം ഉണ്ടാക്കി കൊടുത്താൽ പോരെ. ഈ പിടിച്ച് മറ്റുള്ളവരെ കൊണ്ട് തല്ലിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി മറ്റു മതങ്ങളോടോ 100-ലധികം വാക്യങ്ങളുണ്ട് മറ്റു മതവിശ്വാസികളെയൊക്കെ കൊല്ലാൻ. വിശ്വാസികളെ മതം ഉപേക്ഷിച്ചവരെയും ഒക്കെ കൊല്ലാൻ പറയുന്ന 100 കണക്കിന് വാക്യങ്ങൾ ഖുർആനിലുണ്ട്. അമുസ്ലിമങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, പതിയിരുന്ന് ആക്രമിക്കുക, കൈകാലുകൾ വെട്ടിമുറിക്കുക, പരുഷമായി പെരുമാറുക, അവരെ ഒളിച്ച് തക്കം പാർത്ത് ഒളിച്ചിരുന്ന് ആക്രമിക്കാനാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ പറയുന്ന ഒരു ദൈവം എത്രമാത്രം കാരുണ്യവാനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വരേണ്ട വാക്കുകളല്ല. ഒരു ദൈവം ഇങ്ങനെ അല്ല പറയേണ്ടത്. മറ്റേ ജഗതി മേലെപ്പറമ്പിലാണ് വീട് സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ദൈവം ഇങ്ങനത്തെ ദൈവമല്ല. സ്വയം പുകഴ്ത്തി പറയുകയും ലിംഗവിവേചനം കാണിക്കുകയും താൻ സൃഷ്ടിച്ച മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റു മതത്തിൽ വിശ്വസിച്ചു പോയി എന്നുള്ളൊരു ചെറിയ അപരാധത്തിൻ്റെ പേരിൽ കൊല്ലാൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം നീതിമാനാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. താങ്കൾ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇസ്ലാമിക പ്രഭാഷകരെ ആരെയെങ്കിലും താങ്കൾക്ക് പരിചയമുണ്ടോ? അവരുടെ സ്പീച്ചുകൾ താങ്കൾ കേട്ടിട്ടുണ്ടോ? പിന്നെ മറ്റൊരു വിഷയമാണ്, ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മറ്റ് ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ച ആളുകൾ അവർ നേരിടുന്ന മറ്റൊരു വിഷയമാണ്, നമ്മൾ ഈ മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മതം ഉപേക്ഷിച്ചത് എന്നാണ് ഇവരുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഈ സിംസാറുൽ ഹക്ക് ഉദവി, ഇപ്പം അവരുടെ ഒരു ട്രെൻഡ് അയാളാണ്. ഉദവി അല്ല MM അക്ബർ പോലുള്ള ആളുകളിലേക്ക് സ്പീച്ചുകളൊക്കെ നമുക്ക് അയച്ചു തരും. നമ്മളിവരെ കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ല എന്നുള്ള ധാരണയിലാണ് ഇവർ ഇത് അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അയച്ചു തന്നപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്കൊരു രസകരമായി തോന്നിയ ഒരു സംഭവമാണ് സിംസാറുൽ ഹക്ക് ഉദവിയുടെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പോകരുത്, വിദ്യാഭ്യാസം നേടരുത്. മറ്റൊരു വേദിയിൽ അയാൾ പറയുകയാണ് മുസ്ലിങ്ങളിൽ ഡോക്ടർമാരുണ്ടാവണം, എൻജിനീയർമാരുണ്ടാവണം എന്നൊക്കെ പറയുക. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലേഡി ഗൈനക്കോളജിസ്റ്റിനെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തമാശ, പഠിക്കാൻ പോകാൻ പാടില്ല ഒരു വേദി പറയുന്നു, മറ്റടുത്ത് വന്നിട്ട് പറയുന്നു ഡോക്ടർമാരുണ്ടാവണം, ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവണം. പഠിക്കാൻ പോകാതെ ഇവരെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവരെയൊക്കെ വല്ല പടച്ചവനിങ്ങനെ ഉണ്ടാക്കി വിടുന്ന, പ്രവാചകനെയൊക്കെ ഉണ്ടാക്കി വിടുന്ന പോലത്തെ പരിപാടിയാണെന്നറിയില്ല. ഏതായാലും അത്തരം വൈരുദ്ധ്യപരമായ സ്പീച്ചുകളൊക്കെയാണ് നമുക്ക് അയച്ചു തരുന്നത്. ഇവർ ഇതേപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ചിന്തിച്ചാലും ഇത് ഒരു വലിയ വർഗീയതയാണ് ഈ പറയുന്നത്. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് വർഗീയതയാണ് വിളിച്ചു പറയുന്നത്. നമ്മുടെ ആൾക്കാരെ മാത്രമേ കാണാവൂ, നമ്മുടെ ഡോക്ടർ ഉണ്ടാവണം, നമ്മളുടെ എഞ്ചിനീയർ ഉണ്ടാവണം. എന്ത് വർഗീയതയാണ് ഇവർ വിളിച്ചു പറയുന്നത്? ഇതൊന്നും മനസ്സിലാക്കാൻ ഈ സാധാരണ പാവം വിശ്വാസികൾക്ക് പറ്റുന്നില്ല. ഇവരന്ധമായി ഇവരെയൊക്കെ ഫോളോ ചെയ്യുകയാണ്. അതൊക്കെയാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു വിഷയം. വിരോധമില്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തെക്കുറിച്ചൊന്നറിയാൻ താല്പര്യമുണ്ട്.
ഒരു ഷാജഹാനോ ഒരു ബാദുഷയോ ഒരു ജാമിദയോ ഒരു ജബ്ബാറോ പോയെന്ന് കരുതി ഇസ്ലാം തളർന്നിട്ടേയില്ല. ഇസ്ലാമിനൊരു ചലനം പോലും ഏൽപ്പിക്കാൻ ഒരാളാലും സാധ്യവുമല്ല. ഇസ്ലാം ഇപ്പോഴും വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്കളുടെ മറുപടി? പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ നമ്മളോട് പറയുന്ന രസകരമായ ഒരു കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാമിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം സെക്കൻഡുകൾ കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം എന്നല്ല, എല്ലാ മതവും വളരുന്നത് പെറ്റുകൂട്ടി തന്നെയാണ്. പ്രസവിക്കും തോറും വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വളരാൻ ആരെക്കൊണ്ടാ പറ്റാത്തത്? അതും നബിചര്യ പിൻപറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് വളരും. ഭാര്യമാര്, വെപ്പാട്ടികൾ, അടിമ സ്ത്രീകൾ, അതിന് കൊച്ചാണോ വലുതാണോ പ്രായപൂർത്തിയാവോ ഒന്നും നോക്കണ്ട, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരും. പിന്നെ നമ്മൾ ഈ ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ നോക്കിക്കാണുന്നുണ്ട്. യഥാർത്ഥ ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും നിങ്ങൾ ഇവിടെ കാണുന്ന ഒന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ ഒന്നിലധികം ഭാര്യമാരും കൊച്ചുകുട്ടികൾ പോലും, താലിബാനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ തന്നെ. കൊച്ചുകുട്ടികളാണ്, പ്രായപൂർത്തിയാത്ത കുട്ടികളാണ് പ്രഗ്നൻ്റ് ആവുന്ന, പ്രസവിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇസ്ലാമിനെ വളർത്താൻ കഴിയും. അതൊരു വലിയ മഹത്വമല്ല, മറിച്ച് സ്വന്തം യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ചിന്തിച്ച് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുന്നത് പോലെ അല്ല അതിൽ പെറ്റു ആളെ കൂട്ടുന്നത്. പിന്നെ വല്ല ഒറ്റപ്പെട്ട ചില ആളുകളെ, ഈ മുഹമ്മദ് അലിയൊക്കെ പോലുള്ള ചില ആളുകളെ, അല്ലെങ്കിൽ കമലാസുരിയെ പോലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നിരന്തര ഭാഷയിലൂടെയൊക്കെ മതം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിട്ട് പ്രചരിപ്പിച്ചേക്കാണ്. അതിൽ വലിയ കാര്യമില്ല. നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ടാണ്. മറിച്ച് കമലാസുരി അവസാന സമയത്ത് പറഞ്ഞില്ലേ, എനിക്ക് മതം മാറിയത് അബദ്ധമായി പോയെന്നവർ പറഞ്ഞു. അതൊന്നും പറയില്ല, മതത്തിലേക്ക് വന്നതേ പ്രചരിപ്പിക്കുള്ളൂ. പിന്നെ നമ്മുടെ ആതിര തന്നെ വിട്ടുപോയില്ലേ, അതവർ പറയില്ല. വന്നപ്പോൾ എന്തൊക്കെ കോലാഹലമായിരുന്നു. വേണ്ട, അവള് വിശ്വാസം, അവളുടെ ഇത്രയും നാളത്തെ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് വന്നു. ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ ഇത്രയും നാൾ പെറ്റുപോറ്റി വളർത്തിയ, ഗമനിച്ച് വളർത്തിയ രക്ഷിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് അവൾ അന്യമതക്കാരൻ്റെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നാ പ്രസംഗവും കലാപമായിരിക്കും. കലാപം വരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർ മാതാപിതാക്കളെ, അവർ പെറ്റുപോറ്റി വളർത്തിയ രക്ഷിതാവിനെയൊക്കെ ഉപേക്ഷിച്ച് വന്ന കഥയൊന്നും പറയില്ല. അവളെ സത്യമതത്തിലേക്ക് വന്നു. അപ്പോൾ അത് ശരിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ശരിയാണ്, തിരിച്ചു പോകുമ്പോൾ, ഇതിൽ നിന്ന് ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ശരിയാവില്ല. ഇതാണ് ഇവരുടെ നയം. ഈ നയമാണ് ഇവർ തിരിച്ചറിയേണ്ടത്. ബാദുഷയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ബാദുഷയുടെ ജീവിതത്തിലും ശാസ്ത്രീയമായ അറിവുകൾ പരമാവധി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കൽ നിങ്ങൾ 3 സുഹൃത്തുക്കൾ, നാദിർഷയുണ്ട്, ബാദുഷയുണ്ട്, അബ്ദുൽ അലി മാഷുണ്ട്, നിങ്ങൾ 3 പേര് കൂടി ആലുവയിലെ ഒരു ഹോട്ടലിൽ, നിപ്പ വൈറസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ വാഴയില കൊണ്ടിട്ടു. അപ്പോൾ ബാദുഷ പറഞ്ഞു, വവ്വാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കാൻ സാധ്യതയുള്ളത് വാഴയിലയിലാണ്, അതുകൊണ്ട് എനിക്ക് പാത്രത്തിൽ മതി എന്ന് പറഞ്ഞ ഒരു അനുഭവം ഞാൻ അബ്ദുൽ അലി മാഷിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അറിവുകൾ താങ്കൾ എപ്പോഴും സ്വീകരിക്കുന്ന ആളാണ്. എവിടെ ഇത് യുക്തിവാദ പ്രോഗ്രാം, സ്വതന്ത്ര ചിന്ത സെമിനാറുകൾ, ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും താങ്കൾ അവിടെ നിരന്തരം എത്താറുണ്ട്, അത്തരം ആൾക്കാരുമായി സഹവസിക്കാറുണ്ട് എന്നറിയാം. അപ്പോൾ താങ്കൾക്ക്, എനിക്ക് തോന്നുന്നത്, വായനയും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെയായിരിക്കും താങ്കളെ ഈ അറിവിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ്. അതിനെക്കുറിച്ച് ഒരു വാക്ക്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഈ ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ളത് ഒരു സുപ്രഭാതത്തിൽ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നിട്ട് വന്നിട്ട് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഉണ്ടായ ഒരു പ്രവർത്തനമല്ല. നിരന്തരമായ വർഷങ്ങൾ കൊണ്ടുള്ള വായനയും ചിന്തയും ഒക്കെ കൊണ്ട് ഘട്ടം ഘട്ടമായി ഉണ്ടായ ഒരു പരിവർത്തനമാണ്. ഒരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ യുക്തിവാദിയായി, ഞാൻ സ്വതന്ത്ര ചിന്തകനായി എന്ന് ഡിക്ലെയർ ചെയ്ത പരിപാടിയല്ല ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വായനയിൽ നിന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒക്കെ പറയാനുണ്ട്. അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഈ എൻ്റെ ഒരു
ഇമേജ് ഇട്ട് അതിൻ്റെ വോയിസ് ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് എത്രത്തോളം അല്ല കേൾക്കുന്നവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റീവ് ആകുമെന്നറിയില്ല. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ബോറടിപ്പിച്ചേക്കാം. അപ്പോൾ ഒരുപാട് പേരെങ്കിലും ബോറടിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് വളരെ പരമാവധി ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിശദമായി പറയാൻ കഴിയുന്നൊരു ഉള്ളതും മണിക്കൂറുകളോളം പറയാനുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നത് നിങ്ങളുടെ ഈ പ്രചരണം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ, കാരണം ഈ വരുന്ന തലമുറയൊക്കെ വേദഗ്രന്ഥങ്ങളെന്നും ദിവ്യാത്ഭുതങ്ങളെന്നും പറഞ്ഞ് അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഈ ഗ്രന്ഥങ്ങളൊന്നും ദൈവിക ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞ് അവർ അംഗീകരിക്കുകയോ അതിനെ സ്വീകാര്യയോഗ്യമായി സ്വീകരിക്കുകയോ ഇല്ല. അവരൊക്കെ അതിനെ വലിച്ചെറിഞ്ഞിട്ട് ശാസ്ത്രീയമായ അറിവുകളിലേക്കും അതുവഴിയുള്ള പഠനങ്ങളിലേക്കും സ്വയം ബോധ്യങ്ങളിലേക്കും പരീക്ഷണ നിരീക്ഷണ ബോധ്യങ്ങളിലേക്കുമാണ് പോകുന്നത് എന്നറിയാം. അപ്പോൾ ആ വരുന്ന തലമുറയോട്, അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയെ കേട്ടു തുടങ്ങുന്ന മതമാണോ ശരി, മത നിരപേക്ഷതയാണോ ശരി, ജനാധിപത്യ ബോധമാണോ ശരി, മതാധിപത്യ ബോധമാണോ ശരി, അങ്ങനെ അങ്കലാപ്പിലായിരിക്കുന്ന അതോ ഇതോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് പറയാൻ ബാദുഷയ്ക്ക് എന്താണുള്ളത്? ഞാനൊരു വിശ്വാസിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അന്ന് വളരെ വലിയ കാര്യമെന്ന് കരുതുകയും എന്നാൽ വിശ്വാസം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അതെനിക്ക് നിസ്സാരമായി തോന്നുകയും ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ സഹിഹായോ, അത് ശരിയായോ എന്നുള്ള പടച്ചവൻ്റെ സ്വീകരിച്ചോ എന്നുള്ള ഒരു ആശങ്ക, ഒരു ഭയം ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒതു എടുക്കുന്നു, ആ ഒതു സഹിയായോ, ആ ഒതു സഹിയായാലും നിസ്കാരം സഹിയായുള്ളൂ. നിസ്കാരത്തിൽ നമ്മളുടെ സുജൂവിൻ്റെ സ്ഥാനത്തിൽ നിന്ന് നോട്ടം വേറെ എങ്ങോട്ടെങ്കിലും മാറിയോ, നമ്മുടെ ശ്രദ്ധ മൈൻഡ് മാറിയോ എന്നൊക്കെയുള്ള ആ ആശങ്ക കൊണ്ട് ആ നിസ്കാരം സഹിയായോ, ആ ഒതു സഹിയായോ, നോമ്പെടുക്കുമ്പോൾ നമ്മൾ കട്ടിയായ ഉമിനീര് ഇറങ്ങിപ്പോയി നോമ്പ് നഷ്ടപ്പെട്ടോ, ഒരു സ്ത്രീയെ നമ്മൾ നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ നമുക്ക് ദുഷിച്ച ചിന്തകളെന്ന് ഇവർ പറയുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദനയോടുകൂടി ഞാൻ നോക്കിപ്പോയോ, എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നോ നോക്കിയപ്പോൾ, അതുകൊണ്ട് ആ നോമ്പ് നഷ്ടപ്പെട്ടു പോയോ, എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെയുള്ള നിസ്സാര കാര്യങ്ങളെ വളരെ ആശങ്കയോടും ഭയത്തോടും ഒക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ മതം ഉപേക്ഷിക്കപ്പെട്ട് മതേതര ചിന്താഗതി, ജനാധിപത്യ സമത്വബോധങ്ങളിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അത്തരം കാര്യങ്ങൾ ചെറുതാണെന്നും ഇന്ന് നമുക്ക് എല്ലാവരെയും തുല്യമായി കാണാനും എല്ലാ ജാതിയിലും മതത്തിലും വർഗത്തിലും ലിംഗത്തിലും ഭാഷയിലും ഒക്കെപ്പെട്ട ആളുകളെയൊക്കെ തുല്യമായി കാണാനും ഒക്കെയുള്ള ഒരു ഉയർന്ന ബോധം നമ്മളിൽ വന്നു. യഥാർത്ഥത്തിൽ വിശ്വാസികൾ പറയുന്ന ലക്കും ദീനക്കും വലിയ ദീൻ എന്നൊക്കെ പറയും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ വാക്യങ്ങളെക്കാളേറെ മറ്റു മതവിശ്വാസികളെ കൊല്ലാനും അവരെ പതിയിരുന്ന് ആക്രമിക്കാനും പരുഷമായി പെരുമാറാനും അവരെ ഷിർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ശാശ്വതമായ നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് യഥാർത്ഥത്തിൽ ഇവർ ആരാധിക്കുകയും മതഗ്രന്ഥങ്ങളിൽ കാണാനും ഒക്കെ കഴിയുന്നു. അപ്പോൾ ഈ ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്ന ഒരു വാക്യം കൊണ്ട് തന്നെ അവർ, അല്ലെങ്കിൽ അത്തരം 1-2 വാക്യങ്ങൾ കൊണ്ട് അതിൽ നൂറുകണക്കിനുള്ള ക്രൂരതകൾ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കാപട്യത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും അവരെ, അല്ലെങ്കിൽ അത് അറിയാതിരിക്കുകയും ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര്. അത്തരം കാപട്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത്തരം ജനാധിപത്യ വിരുദ്ധമായ വാക്യങ്ങളുണ്ട് എന്ന് അവരറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികൾ. ഇന്നത്തെ ഈ ഉയർന്ന ഈ ജനാധിപത്യ മതേതര ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവരെ മതത്തെ നോക്കുമ്പോൾ അവർക്ക് തോന്നില്ല. പക്ഷെ മതഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, മതഗ്രന്ഥങ്ങളിൽ ഇറക്കി ചെന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഉയർന്ന ജനാധിപത്യ ബോധമൊന്നും അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ഒരു വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, നിങ്ങൾ കാണിച്ചു തരാൻ കഴിഞ്ഞാൽ, ഞാൻ ഈ യുക്തിവാദം സ്വതന്ത്ര ചിന്ത ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്.
എൻ്റെ വിശ്വാസികളായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥം വായിക്കുക. അത് ഏത് മതവിശ്വാസിയാണ്, ഇസ്ലാം എന്നല്ല, ഞാൻ ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഇസ്ലാം എന്നല്ല, നിങ്ങൾ ഏത് മതവിശ്വാസികളുടെ മതഗ്രന്ഥം വായിച്ചാലും അതിലൊന്നും നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ആധുനികത ഒന്നും അതിൽ കാണാൻ കഴിയില്ല. ജനാധിപത്യം എന്താണെന്ന് പോലും അതിനകത്തില്ല. അതിനകത്ത് നമ്മളുടെ നിസാര തെറ്റുകൾക്ക് പോലും നരകത്തിലിട്ട് കത്തിക്കുന്ന ഒരു ക്രൂരനായ, കാരുണ്യവാൻ എന്ന വിളിപ്പേരിലുള്ള ക്രൂരനായ ഒരു ദൈവത്തെ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളത് വായിക്കുക, സത്യം തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ ജാമിദ ടീച്ചർക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച വേറൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. നാളെ വീണ്ടും കണ്ടുമുട്ടും. അത് സ്പെഷ്യൽ എപ്പിസോഡല്ല, സാധാരണ എപ്പിസോഡ്. അപ്പോൾ നേരിൽ സന്ധിക്കും വരെ വണക്കം.